20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കാറുകൾ എന്നത് ധനികരുടെ ഒരു ആഡംബര കളിപ്പാട്ടങ്ങൾ മാത്രമായിരുന്നു. ഭൂരിഭാഗം ആളുകളും കുതിരവണ്ടിയിലോ സൈക്കിളിലോ തീവണ്ടിയിലോ ആയിരുന്നു യാത്ര ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഒരാൾ ലോകത്തിന്റെ തന്നെ യാത്രാ ചരിത്രത്തിന്റെ തലവര തന്നെ മാറ്റിമറിച്ചു, എന്നേക്കുമായി. അയാളെ ലോകം ഹെൻറി ഫോർഡ് എന്ന് വിളിച്ചു. അതെ, ഹെൻറി ഫോർഡ്. ഉപജ്ഞാതാവ്, വ്യവസായി, ഓട്ടോമൊബൈൽസ് ശാസ്ത്രജ്ഞൻ എന്നിങ്ങനെ പല വിശേഷണങ്ങൾ കാലം അയാൾക്ക് ചാർത്തി നൽകി. ഇന്ന് ഫൗണ്ടർ ജേണിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും ഈ ഹെൻറി ഫോർഡിനെയാണ്. ലോകത്ത് ഓട്ടോമൊബൈൽ വ്യവസായം കെട്ടിപ്പടുക്കാൻ സഹായിച്ച ആ പ്രതിഭയുടെ ജീവിതം, ആശയങ്ങൾ, വിജയങ്ങൾ, വിവാദങ്ങൾ എന്നിവ നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബ്രാൻഡ് സ്റ്റോറീസിന്റെ ഫൗണ്ടർ ജേണി എന്ന സെഗ്മെന്റിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. 1863 ജൂലൈ 30 ഡിയർബോണിനടുത്തുള്ള ഒരു ഫാമിലാണ് ഹെൻറി ഫോർഡ് ജനിച്ചത്. എന്നാൽ അന്നത്തെ ഭൂരിഭാഗം കർഷക കുട്ടികളിൽ നിന്നും വ്യത്യസ്തനായി ചെറുപ്പക്കാരനായ ഹെൻറിക്ക് ഫാമിലെ ജോലികളോട് തീരെ താല്പര്യമില്ലായിരുന്നു. അന്നു മുതൽക്കേ മെഷീനുകളായിരുന്നു അവനെ ആകർഷിച്ചിരുന്നത്. തന്റെ 15-ാം വയസ്സിൽ തന്നെ അവൻ വാച്ചുകൾ നന്നാക്കാൻ സ്വയം പഠിച്ചെടുത്തു. അവന്റെ അയൽക്കാർ കേടായ ക്ലോക്കുകളും ഉപകരണങ്ങളും കുട്ടി ഹെൻറിയുടെ അടുക്കൽ റിപ്പയർ ചെയ്യാൻ കൊണ്ടുവരാൻ തുടങ്ങി. ഹെൻറി അവ മിക്കവാറും എപ്പോഴും തന്നെ നന്നാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. തന്റെ 16-ാം വയസ്സിൽ അവൻ ഡെട്രോയിറ്റിലെ മെഷീൻ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നതിനായി വീട് വിട്ടിറങ്ങി. ഇത് അമേരിക്കയുടെ വ്യവസായത്തിന്റെ തന്നെ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു എന്നത് ഒരുപക്ഷെ അന്ന് ആ 16-കാരൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ കാലം ഹെൻറി ഫോർഡിനെ ആ വ്യവസായ വിപ്ലവത്തിന്റെ ഒരു വലിയ ഭാഗമാക്കി മാറ്റി. 1800-കളുടെ അവസാനത്തിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്നൊന്ന് കാര്യമായി നിലവിലുണ്ടായിരുന്നില്ല. മോട്ടോർ വാഹനങ്ങൾ തികച്ചും അപൂർവമായിരുന്നു. ഉള്ള വാഹനങ്ങളാവട്ടെ വില കൂടിയതും റിലയബിലിറ്റി ഇല്ലാത്തതുമായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് കാറുകൾ സാധാരണക്കാർക്ക് പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നായി മാറ്റണമെന്ന് ഹെൻറി ഫോർഡ് തീരുമാനിച്ചത്. അങ്ങനെ 1896-ൽ ഫോർഡ് ക്വാഡ്രി സൈക്കിൾ എന്ന തന്റെ ആദ്യത്തെ വാഹനം നിർമ്മിച്ചു. ഇതൊരു ആധുനിക കാറിനേക്കാൾ മോട്ടോർ ഘടിപ്പിച്ച ഒരു സൈക്കിൾ വണ്ടി പോലെയാണ് കാണപ്പെട്ടത്. എങ്കിലും അത് താരതമ്യേന തരക്കേടില്ലാതെ പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. ഫോർഡ് അത് ഡെട്രോയിറ്റിലെ തെരുവുകളിലൂടെ ഓടിച്ചു. തന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് അത് പുറത്തെടുക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചു കളഞ്ഞതായാണ് പറയപ്പെടുന്നത്. എന്നാൽ ഹെൻറി ഫോർഡിന്റെ ആദ്യകാല ബിസിനസ് സംരംഭങ്ങൾ പരാജയപ്പെട്ടു. നിക്ഷേപകർക്ക് അദ്ദേഹത്തിന്മേലുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. എന്നാൽ എതിരാളികൾ വളരെ വേഗത്തിൽ മുന്നേറാനും തുടങ്ങി. അതേസമയം ഒരടി പോലും പിന്മാറാൻ ഫോർഡ് തയ്യാറായില്ല. അങ്ങനെയിരിക്കെ ആ വലിയ വഴിത്തിരിവ് സംഭവിച്ചു. 1908-ൽ ഫോർഡ് മോഡൽ ടി അവതരിപ്പിച്ചു. ആ കണ്ടുപിടുത്തം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചു. മോഡൽ ടി ലളിതവും ഈട് നിൽക്കുന്നതും മിതമായ വിലയുള്ളതുമായിരുന്നു. ഫോർഡ് കാറുകൾ ഇറങ്ങുന്നതിന് മുൻപ് ഭൂരിഭാഗം കാറുകളുടെയും വില ഒരു സാധാരണ തൊഴിലാളിക്ക് വർഷങ്ങളോളം ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനത്തെക്കാൾ ഒരുപാട് ഇരട്ടിയായിരുന്നു. വലിയൊരു ജനസമൂഹത്തിനു വേണ്ടിയുള്ള, അതായത് തൊഴിലാളികളും ഇടത്തരം വ്യാപാരികളും കൃഷിക്കാരും ഒക്കെ അടങ്ങുന്ന മിഡിൽ ക്ലാസിന് വേണ്ടിയുള്ള ഒരു കാറാണ് ഫോർഡ് ആഗ്രഹിച്ചത്. ആ ആശയം വിപ്ലവകരമായിരുന്നു. വിശ്വസനീയമായ ഒരു കാർ നിർമ്മിക്കുക, അത് വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുക, സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന തരത്തിൽ അതിന്റെ വില നിശ്ചയിക്കുക. ജനങ്ങൾ ആ ആശയത്തെ നെഞ്ചിലേറ്റി. 1920-കളോടെ മോഡൽ ടി അമേരിക്കയിലെ റോഡുകളിൽ ആധിപത്യം സ്ഥാപിച്ചു. ഉൽപാദനം വർദ്ധിച്ചതോടെ വില ഗണ്യമായി കുറഞ്ഞു. ദശലക്ഷക്കണക്കിന് കാറുകൾ വിറ്റഴിക്കപ്പെട്ടു. പല കുടുംബാംഗങ്ങൾക്കും ഇത് അവരുടെ ആദ്യത്തെ വാഹനമായിരുന്നു. എന്നാൽ ഹെൻറി ഫോർഡിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഒരുപക്ഷെ കാർ മാത്രമാണെന്ന് പറയാനാകില്ല. അത് അദ്ദേഹം കാറുകൾ നിർമ്മിച്ച രീതി കൂടിയായിരുന്നു. ഫോർഡ് മൂവിംഗ് അസംബ്ലി ലൈൻ എന്ന രീതി കാർ നിർമ്മാണം കൂടുതൽ മികച്ചതാക്കി. തൊഴിലാളികൾ ഒരേ സ്ഥലത്തിരുന്ന് ഒരു കാർ പൂർണ്ണമായി നിർമ്മിക്കുന്നതിന് പകരം കാർ ലൈനിലൂടെ നീങ്ങുമ്പോൾ ഓരോ തൊഴിലാളിയും ഒരു ചെറിയ ജോലി മാത്രം ചെയ്താൽ മതിയാകുമെന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇത് തൊഴിലാളികളുടെ ജോലിഭാരം കുറയ്ക്കാനും അവർക്ക് അവരവരുടെ മേഖലകളിൽ എക്സ്പേർട്സ് ആകാനും സഹായിച്ചു. അത്തരമൊരു മാറ്റത്തിന്റെ ഫലങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു.
അസംബ്ലി ലൈനുകൾക്ക് മുൻപ് ഒരു കാർ നിർമ്മിക്കാൻ 12 മണിക്കൂറിലധികം സമയമെടുക്കുമായിരുന്നു. അസംബ്ലി ലൈനുകൾ അവതരിപ്പിച്ച ശേഷം ഫോർഡിന്റെ ഫാക്ടറികൾ ഒരു കാർ നിർമ്മിച്ചെടുക്കാനുള്ള സമയം ഏകദേശം 90 മിനിറ്റായി കുറച്ചു. ഫാക്ടറികൾ എന്നത്തേക്കാളും വേഗതയേറിയതും ചിലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായി മാറി. താമസിയാതെ ലോകമെമ്പാടുമുള്ള കാർ വ്യവസായികൾ ഫോർഡിന്റെ രീതികൾ അനുകരിക്കാൻ തുടങ്ങി. ഈ സംവിധാനം ഓട്ടോമൊബൈലുകൾ മുതൽ ഇലക്ട്രോണിക്സ് വരെയുള്ള ആധുനിക ഉൽപാദന മേഖലയെ റീസ്ട്രക്ചർ ചെയ്യാൻ സഹായിച്ചു. 1914 ഹെൻറി ഫോർഡ് വ്യവസായ ലോകത്തെ വീണ്ടും ഞെട്ടിച്ചു. തന്റെ ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസം $5 വേതനമായി നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് അന്നത്തെ ശരാശരി വേതനത്തിന്റെ ഇരട്ടിയോളമായിരുന്നു. ഫാക്ടറി ജോലി കഠിനവും ആവർത്തന വിരസതയും ഉള്ളതായിരുന്നു. ജീവനക്കാർ നിരന്തരം ജോലി ഉപേക്ഷിച്ച് പോകുന്നത് പതിവായി. ഉയർന്ന ശമ്പളം നൽകാനുള്ള ഫോർഡിന്റെ തീരുമാനം തൊഴിലാളികളെ കമ്പനിയോട് വിശ്വസ്തരായി നിലനിർത്താൻ സഹായിച്ചു. അതോടൊപ്പം തൊഴിലാളികൾക്ക് അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങാൻ കഴിയണമെന്നും ഫോർഡ് വിശ്വസിച്ചിരുന്നു. ഈ ആശയം അമേരിക്കയിൽ വളർന്നുവരുന്ന മധ്യവർഗത്തെ സൃഷ്ടിക്കാനും സഹായിച്ചു. തൊഴിലാളികൾ കൂടുതൽ പണം സമ്പാദിച്ച് അവർ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ ആരംഭിച്ചു. അങ്ങനെ ഉപഭോക്തൃ സംസ്കാരത്തിന് കരുത്തു പകർന്നു. ചിലർക്ക് ഫോർഡ് എന്ന ബ്രാൻഡ് തൊഴിലാളികളുടെ നായകനായിരുന്നു. എന്നാൽ മറ്റു ചിലർക്കാകട്ടെ അദ്ദേഹം കർക്കശക്കാരനായ നിയന്ത്രണങ്ങൾ വെക്കുന്ന ഒരു ബോസ് മാത്രമായിരുന്നു. ഹെൻറി ഫോർഡിന്റെ കഥയ്ക്ക് ഇരുണ്ടൊരു വശവുമുണ്ട്. അദ്ദേഹം തൊഴിലാളി യൂണിയനുകളെ ശക്തമായി എതിർക്കുകയും വർഷങ്ങളോളം യൂണിയൻ സംഘാടകരുമായി പോരാടുകയും ചെയ്തു. ഫോർഡിന്റെ സുരക്ഷാ സേനയും യൂണിയൻ പ്രവർത്തകരും തമ്മിൽ ചിലപ്പോഴൊക്കെ അക്രമങ്ങൾ പോലും ഉണ്ടായി. ഫോർഡ് തന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പത്രത്തിലൂടെ യഹൂദ വിരുദ്ധ എഴുത്തുകളും പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ എഴുത്തുകൾ ദോഷകരമായ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു. ജീവിതത്തിന്റെ അവസാന കാലത്ത് ഫോർഡ് പരസ്യമായി മാപ്പ് അപേക്ഷിച്ചെങ്കിലും ഈ വിവാദം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഒരു പ്രധാന കറയായി ഇപ്പോഴും അവശേഷിക്കുന്നു. അദ്ദേഹത്തിന്റെ വ്യവസായ നേട്ടങ്ങളെയും ചില വിശ്വാസങ്ങളും പ്രവൃത്തികളും വരുത്തിവെച്ച ദോഷങ്ങളെയും എങ്ങനെ തുലനം ചെയ്യണമെന്നതിനെ കുറിച്ച് ചരിത്രകാരന്മാർ ഇന്നും ചർച്ച ചെയ്യുന്നുണ്ട്. 1947 ഹെൻറി ഫോർഡ് അന്തരിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഇന്നും എല്ലായിടത്തുമുണ്ട്. വൻതോതിലുള്ള ഉൽപാദനം വ്യവസായ മേഖലയെ മാറ്റിമറിച്ചു. താങ്ങാനാകുന്ന വിലയിലുള്ള കാറുകൾ നഗരങ്ങളെയും പ്രാന്തപ്രദേശങ്ങളെയും യാത്രകളെയും ദൈനംദിന ജീവിതത്തെയും പുനർനിർണയിച്ചു. അദ്ദേഹം സ്ഥാപിച്ച കമ്പനിയായ ഫോർഡ് മോട്ടോർ കമ്പനി ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വാഹന നിർമ്മാതാക്കളിൽ ഒന്നായി തുടരുന്നു. അദ്ദേഹത്തെ ഒരേ സമയം സ്നേഹിക്കുന്നവരും വിമർശിക്കുന്നവരുമുണ്ട്. എന്നാൽ ഹെൻറി ഫോർഡ് ആധുനിക വ്യവസായ യുഗം സൃഷ്ടിക്കാൻ സഹായിച്ചു എന്നത് പരമമായ സത്യമാണ്. ഹെൻറി ഫോർഡ് ഒരിക്കൽ പറഞ്ഞു, "Whether you think you can or you think you can't, you are right." അദ്ദേഹത്തിന്റെ ജീവിതം ഒരു വ്യക്തിയുടെ അഭിലാഷത്തിന്റെ ശക്തിയെയും അതിന്റെ അനന്തര ഫലങ്ങളെയും ഒരേപോലെ പ്രതിഫലിപ്പിച്ചു. ലോകം എങ്ങനെ ജോലി ചെയ്തു, യാത്ര ചെയ്തു, ജീവിച്ചു എന്നതെല്ലാം അദ്ദേഹം മാറ്റിമറിച്ചു. ഒരു നൂറ്റാണ്ടിലധികം കഴിഞ്ഞിട്ടും അദ്ദേഹം നിർമ്മിക്കാൻ സഹായിച്ച അതേ പാതയിലൂടെ തന്നെയാണ് നമ്മൾ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യവസായ ലോകത്തെ മാറ്റിമറിച്ച മറ്റൊരു ബ്രാൻഡിന്റെ കഥയുമായി ഫൗണ്ടർ ജേണിയിൽ വീണ്ടും കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.